എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാറ്റഗറി 3 ഇംഗ്ലീഷിലെ ഒരു ചെറിയ പീരീഡിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു സെഷൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, 1640-കൾക്ക് ശേഷമൊക്കെ അവിടെ ഇംഗ്ലണ്ടില് പൊളിറ്റിക്കൽ ആയിട്ടും റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ രാജാവായിരുന്നത് കിങ് ചാൾസ് വൺ ആണ്. 1625 മുതൽ 1649 വരെയാണ് അദ്ദേഹത്തിന്റെ പീരീഡ് ഉണ്ടായിരുന്നത്. അപ്പോ അതിനുശേഷം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ 1600, 1630, 1640 കൂടി അവിടെ റിലീജിയസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് വരാൻ തുടങ്ങി. അവിടെ റോമൻ കത്തോലിക്സും ഉണ്ടായിരുന്നു. ബേസിക്കലി പോപ്പിൽ വിശ്വസിച്ചിരുന്ന റോമൻ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരും അതുപോലെ പ്രൊട്ടസ്റ്റന്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ക്ലാഷ് ആണ് ഈ ഒരു ഇന്റർറഗ്നം പീരീഡിലേക്കും അതുപോലെ തന്നെ 1625 മുതൽ 1649 വരെ ഭരിച്ച കിങ് ചാൾസ് വണ്ണിന്റെ ബിഹെഡിങ്ങിലേക്ക് അല്ലെങ്കിൽ കൊല ചെയ്യലിലേക്ക്, തലവെട്ടലിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നത്. സോ ആ ഒരു കുഞ്ഞ് കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ബേസിക്കലി നമുക്കറിയാം, പ്യൂരിറ്റാൻസ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്ന പ്യൂരിറ്റാൻസ് കുറച്ച് റിലീജിയസ് ആയിട്ട് റോമൻ കത്തോലിക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാര് ആർട്ടിനെയൊന്നും അല്ലെങ്കിൽ ആർട്ട് അല്ലെങ്കിൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ പോയം ഇതിനെയൊന്നും അത്രയും അധികം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. എന്നാൽ അത്രയും കാലഘട്ടം ഉണ്ടായിരുന്ന ഇംഗ്ലണ്ടിലെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർട്ടിന്റെ ഒരു കൾച്ചർ ഭയങ്കര കൂടുതലായിരുന്നു. കാരണം എലിസബത്തൻ ഏരിയ ഒക്കെ കഴിഞ്ഞ്, ജക്കോബിയൻ ഏരിയ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇരിക്കുന്നത്. പക്ഷേ പ്യൂരിറ്റാൻസിന് ഇതിനൊന്നും ഇഷ്ടമല്ലായിരുന്നു. അവർ കുറച്ചും കൂടെ റിലീജിയസ് ആയിട്ട് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ 1642 കലാപങ്ങളോടുകൂടി തന്നെ തിയേറ്റേഴ്സ്, അതുപോലെ വിച്ച് മീൻസ് നമ്മുടെ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന തിയേറ്ററുകൾ 1642 ക്ലോസ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് എ ഡയറക്ട് ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഇൻ കേട്ടറ്റ്. ആ കേട്ടറ്റിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് തിയേറ്റേഴ്സ് എന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലണ്ടിൽ എന്ന്. സോ പറയുന്ന ഒരു പോയിന്റും വെറുതെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. യു ക്യാൻ ടേക്ക് നോട്ട്സ്. 1642 തിയേറ്റേഴ്സ് ഇംഗ്ലണ്ടിൽ ക്ലോസ് ചെയ്യുന്നത്. അതിനുശേഷം കുറെ കാലഘട്ടത്തിൽ, കുറെ കാലങ്ങൾ, കുറെ വർഷങ്ങൾ അവിടെ തിയേറ്റേഴ്സ് ഓപ്പൺ ആയിട്ടില്ല. അതെപ്പോഴാവുന്നതെന്ന് നമ്മൾ ഇനി ഒരു ക്ലാസ്സിൽ നോക്കും, റൈറ്റ്? അപ്പൊ അത്രയും കാലഘട്ടം അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന 1625 മുതൽ 1649 വരെ അവിടെ ഭരിച്ചിരുന്ന രാജാവായിരുന്നു കിങ് ചാൾസ് വൺ എന്നുള്ളത്. അദ്ദേഹത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? അന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ കൂടി, പ്യൂരിറ്റാൻസ് കൂടി കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാലം ഈ രാജാവൊക്കെ ഉള്ള കാലം ഇവിടെ മൊണാർക്കി ആയിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു രാജാവാണ് എല്ലാവരെയും ഭരിച്ചുകൊണ്ടിരുന്നതായിരുന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഹൗസ് ഓഫ് ലോർഡ്സ്, ഇന്നത്തെ പാർലമെന്റ് പോലത്തെയുള്ള സിസ്റ്റം, അതിനെയാണ് എന്ത് പറയുന്നത്? ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ മൊണാർക്കിയിലുള്ള രാജാവാര കിങ് ചാൾസ് വൺ ആണ് മൊണാർക്കിയോടുകൂടി ഭരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്ന പാർലമെന്റ് സിസ്റ്റം ഇതിനുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്യൂരിറ്റാൻസ് ഇതിന് എതിരെ കലാപങ്ങൾ നടത്തുന്നത്. 1642 അത് തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഈ ഒരു കലാപത്തിന് മുന്നിൽ നിന്നത് ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്ന നമ്മളുടെ പ്യൂരിറ്റാൻ ജനറൽ ആയിരുന്നു. അല്ലെങ്കിൽ പ്യൂരിറ്റാൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഒരു പേരും കൂടെ അറിയപ്പെടും, റൗണ്ട് ഹെഡ്സ് എന്ന്. അപ്പൊ പ്യൂരിറ്റാൻസിനെ മുന്നിട്ട് നിർത്തിയത് നമ്മുടെ ഒലിവർ ക്രോംവെൽ ആണ്. അപ്പൊ ഒലിവർ ക്രോംവെൽ ആണ് എന്ത് ചെയ്യുന്നത്? ഈ കലാപങ്ങൾക്കൊക്കെ മുന്നോടിയായിട്ട് മുന്നിൽ നിന്നിട്ട് ചാൾസ് വണ്ണിനെ ബിഹെഡ് ചെയ്ത്, തല വെട്ടിക്കൊന്ന് അധികാരം പിടിച്ചെടുക്കുന്നത്. അതോടുകൂടി തന്നെ അവിടുത്തെ പാർലമെന്റ് ആയിട്ടുള്ള ഹൗസ് ഓഫ് ലോർഡ്സ് ഒക്കെ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി തന്നെ വേറെ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന്റെ പേരാണ്, അതായത് ഒലിവർ ക്രോംവെല്ലൊക്കെ മുന്നിലേക്ക് കൊണ്ട് നടത്തുന്ന കുറച്ച് കാലഘട്ടത്തിനേക്കാണ് നമ്മൾ ഇന്റർറഗ്നം പീരീഡ് എന്ന് പറയുന്നത്. ഇന്റർറഗ്നം പീരീഡ് വിച്ച് മീൻസ് അവിടെ രാജാവില്ല, കിങ് ചാൾസ് വൺ മരിച്ചു, അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ചാൾസ് ടു എക്സൈൽ ചെയ്യപ്പെട്ടാണ് പോകുന്നത്. അതായത് രാജ്യത്ത് നിന്ന് ഡിഫീറ്റ് ചെയ്ത്, ആക്രമണത്തിൽ ഡിഫീറ്റ് ചെയ്തിട്ട് തോറ്റ് എക്സൈൽ ചെയ്ത് വേറെ രാജ്യത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒലിവർ ക്രോംവെൽ അതോടുകൂടി തന്നെ അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുന്നു. അവിടെ കോമൺവെൽത്ത് ആയി. പ്യൂരിറ്റാൻ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ റൗണ്ട് ഹെഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഭരണം അവിടെ തുടങ്ങുകയാണ്. വിച്ച് ഈസ് വെരി സ്ട്രിക്റ്റ്. ഒരു റിലീജിയസ് ആയിട്ടുള്ള പ്യൂരിറ്റാൻ ഗവൺമെന്റ് എങ്ങനെയാണോ നടക്കുക ആ രീതിയിലായിരുന്നു അത് മുഴുവൻ അദ്ദേഹം കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നത്. 1653 അദ്ദേഹം ലോർഡ് പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഒരു പദവി ഏറ്റെടുക്കുകയാണ്. അതായത് അറിയാലോ, ലോർഡ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനെ ഭരിക്കുന്ന ഏറ്റവും വലിയ ആള്, കിങ്ങിന് പകരം വന്ന ആള്.
ഹി റൂൾഡ് ലൈക്ക് എ കിങ് എന്ന് തന്നെ പറയാം. പക്ഷേ അതുപരിയായിട്ട് എങ്ങനെ പറയാം, അദ്ദേഹം ഒരു മിലിറ്ററി ഡിക്റ്റേറ്ററെ പോലെയായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കിങ്ങുമായിരുന്നു, മിലിറ്ററി ഡിക്റ്റേറ്റർ ആയിരുന്നു. ആരാണോ തന്നെ കുറിച്ച് എതിർപ്പ് പറയുന്നത് അയാളെ കൊല്ലുക. അപ്പോ ഒരു കൊല്ലുന്ന ആളെ മാറ്റി വേറൊരു കൊല്ലുന്ന ആൾക്കാർ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ എന്താ ബേസിക്കലി ഉണ്ടാവുന്നത്, കിങ് മാറി അവര് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് പവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അവര് തന്നെ പവർ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പൊ ഈ ഒരു കാലഘട്ടം, അതായത് 1649 ഇന്റർഗ്നം പീരീഡ് തുടങ്ങുന്നു, 1660 ഇന്റർഗ്നം പീരീഡ് അവസാനിക്കുന്നു. അപ്പൊ അതിനുള്ള കാലഘട്ടത്തിനിടയിൽ ഞാൻ പറഞ്ഞു 1653 മുതൽ 1658 വരെയുള്ള കാലഘട്ടത്തിൽ ഒലിവർ ക്രോംവെല് ലോർഡ് പ്രൊട്ടക്ടർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹമായിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്തുന്ന ഒരു രാജാവിനെ പോലെ ഭരിക്കുന്ന ആള്. പക്ഷേ 1659 ഇദ്ദേഹം മരിക്കുകയും അദ്ദേഹത്തിന്റെ മകൻ റിച്ചാർഡ് കൺട്രോൾ എടുക്കാൻ നോക്കിയും അല്ലെങ്കിൽ ഇതേപോലെ ഭരണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ആ ഒരു എന്താ പറയാ റോളിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അപ്പൊ ഒലിവർ ക്രോംവെല് മരിക്കുകയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള റിച്ചാർഡിന് ഇത് കൊണ്ടു നടക്കാൻ പറ്റാതെയാവുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി വരുന്നുണ്ട്. 1659 നമ്മുടെ ക്രോംവെല് മരിക്കുകയും 1660 ഇവരെന്ത് ചെയ്യുന്നു, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ചാൾസ് ടു, അതായത് 1649 മരിച്ച കിങ് ചാൾസ് വണ്ണിന്റെ മകൻ ചാൾസ് ടു, അദ്ദേഹം വേറൊരു രാജ്യത്തേക്ക് എക്സൈലായി പോയതാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ചാൾസ് ടുവിനെ തിരിച്ചു വിളിക്കുകയാണ് ഇംഗ്ലണ്ടിലേക്ക്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തിരിച്ചു വന്ന് ത്രോൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കിങ് ആവാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനെ, ഈ 1660 ചാൾസ് ടു എന്ന് പറയുന്ന ആള് വരുന്ന ഈ ഒരു ടൈമിനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രധാനപ്പെട്ട നിമിഷത്തിനെയാണ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. റീസ്റ്റോർ ചെയ്യുക, കിങ്ങിന്റെ പദവി റീസ്റ്റോർ ചെയ്യുക. ഇത്രയും കാലം ഒലിവർ ക്രോംവെൽ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതവിടെ ഉണ്ടാവുന്നില്ല. റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആര്? കിങ് ചാൾസ് ടു വന്നിട്ട്, 1 മരിച്ചു, 2 മകനായിരുന്നു, അയാളെ തിരിച്ചു വിളിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് റെസ്റ്റോറേഷൻ കൊടുത്തു, റീസ്റ്റോർ ചെയ്യുകയാണ് കിങ്ങിനെ. ഇത് സെപ്റ്റംബർ 2025 ചോദിച്ച കേട്ടറ്റിലെ ചോദ്യമായിരുന്നു. റൈറ്റ്. ഇപ്പൊ 3 PYQ ഞാൻ ഇവിടെ പറഞ്ഞു പോയി. റൈറ്റ്, 3 PYQ. അതിന്റെ കൂടെ ഇനി ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് ബാക്കിയെല്ലാം കിടക്കുന്നത്. അപ്പോൾ നോട്ട് ചെയ്യുക നന്നായിട്ട്. 1660 റെസ്റ്റോറേഷൻ പീരീഡിൽ വന്ന കിങ് ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. അത് ചാൾസ് ടു ആയിരുന്നു. റൈറ്റ്. അപ്പൊ ഈ ഇന്റർഗ്നം പീരീഡ് എന്ന് പറയുന്നത് ഒലിവർ ക്രോംവെല്ല് ആ ഇംഗ്ലണ്ട് ഭരിച്ച കാലഘട്ടത്തിനെയാണ് കോമൺവെൽത്ത് അല്ലെങ്കിൽ ഇന്റർഗ്നം പീരീഡ് എന്ന് പറയുന്നത്. സോ തൽക്കാലം ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് സീ യു.